50 അടിയോളം നീളവും 10 അടിയോളം വീതിയുമൊക്കെയുള്ള മരത്തടികളിൽ കയറും കപ്പിയുമൊക്കെയായി കടലിൽ പൊങ്ങിയും താന്നും കിടക്കുന്ന ചീനവലകൾ നമ്മുടെ കണ്ണുകൾക്ക് കുളിരേകുന്നു. ആ കാഴ്ച ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ളവർ അത് വരയ്ക്കാൻ ശ്രമിക്കാതിരിക്കില്ല. ഇന്ന് ശ്രീ മൊപ്പസാങ് വാലത്ത് വരയ്ക്കുന്നതും അതാണ്. ശ്രദ്ധിക്കാം. വർണ്ണലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നത് വാട്ടർ കളർ പെൻസിൽ വെച്ചാണ്. കുറച്ച് എപ്പിസോഡുകൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് വാട്ടർ കളർ പെൻസിൽ. ഇന്ന് ഞാനൊരു ചീനവലയുടെ ദൃശ്യമാണ് ചെയ്യുന്നത്. ഈ പെൻസിലിൻ്റെ ഒരു പ്രാധാന്യം പറയാം, അതിൻ്റെ എളുപ്പമാർഗവും പറയാം. ഇതിപ്പോൾ ഞാൻ പെൻസിൽ വെച്ച് വരയ്ക്കുകയാണ്, ഈ കളർ വെച്ചിട്ട് വരയ്ക്കുകയാണ്. വരച്ചത് കഴിഞ്ഞിട്ട് ബ്രഷിൽ വെള്ളം മുക്കി തുടച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ കൂടി ബ്രഷ് കൊണ്ട് ഓടിച്ച് കഴിയുമ്പോൾ വാട്ടർ കളറിൽ വരച്ച ഒരു ഫീലിംഗ് വരും. അതാണ് ഈ കളറിൻ്റെ പ്രത്യേകത. വാട്ടർ കളർ പെൻസിൽ എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് മിക്കവാറും വളരെ പോപ്പുലറാണ്. ഇപ്പോൾ എല്ലാ കടകളിലും, ഡ്രോയിങ് മെറ്റീരിയൽസ് വിൽക്കുന്ന കടകളിലും ഇത് കിട്ടും. ഇത് ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് പേപ്പറിലാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതാണ് ഏറ്റവും സൗകര്യം. ഇത് വരയ്ക്കുന്നത് ചീനവലയുടെ സീനാണ്. ഈ ചീനവലയുടെ സീൻ നമുക്കൊരുപാട് പെയിൻറ്റിങ്സ് കിട്ടും, ഫോട്ടോസ് കിട്ടും. അപ്പോൾ ഏതെങ്കിലും അങ്ങനത്തെ ഒരു ഇമേജ് നോക്കി ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. കാരണം ചീനവലയ്ക്ക് ഒരുപാട് കണക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് വന്നാൽ ഇപ്പോൾ 2 കാലുകൾ ഇങ്ങനെ വരും. ഈ 2 കാലുമ്പിലാണ് ഈ ചീനവല നിൽക്കുന്നത്. എന്നിട്ട് ഈ കാലുകൾ നിൽക്കുന്നത് ഇതുപോലത്തെ വലിയൊരു പില്ലറുമ്പിലാണ്. അത് മരത്തിൻ്റെ പില്ലറാണ്. ആ മരത്തിൻ്റെ പില്ലർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ മരത്തിൻ്റെ പില്ലറിന് ലെങ്ത്ത് കൂടുതലായിരിക്കണം, ഈ പില്ലറിന് ലെങ്ത്ത് കുറവായിരിക്കണം. എന്നാലേ ആ ഒരു പെർസ്പെക്റ്റീവ് ശരിയാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിന് നീണ്ടൊരു വര ചേർത്ത് പിന്നെ 3-4 വര അടുപ്പിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറ്റികൾ പല ഷേപ്പിൽ പല ലെങ്ത്തിൽ കൊടുക്കണം. പല ലെങ്ത്തിൽ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ബോട്ടം ലെവലായിരിക്കണം. ഹൈറ്റ് എത്ര വേണമെങ്കിലും ആവാം, എത്ര കൂടിയും കുറഞ്ഞും ആവാം, അൺഈവൻ ആവാം. പക്ഷേ ബോട്ടം ലെവൽ ഒരേ ലെവലിൽ തന്നെ പോകണം. ഇപ്പോൾ ഒരു വലയായി. ഇനി അടുത്ത വലക്ക് ഞാൻ ഈ ബേൺഡ് സീന കളർ വെച്ച് തന്നെ ചെയ്യുകയാണ്. ചീനവലക്ക് 4 വലിയ കഴുക്കോലുകളും പിന്നെ സപ്പോർട്ടിംഗ് ആയിട്ട് 2 വലിയ പോസ്റ്റാണ്. അതാണ് ഈ വല കരയിലേക്ക് പിടിപ്പിക്കുന്നത്. എന്നിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 വര ഉണ്ടാവും, 2 പടികൾ പോലെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്യണം. ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ബേൺ സീനയുടെ കൂടെ കുറച്ച് ബ്ലൂ അടിച്ച് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ നല്ല ഡെപ്ത് കിട്ടാനായിട്ടാണ്. ബേൺ സീന മാത്രം അടിച്ചാൽ പെയിൻറ്റിങ്ങിന് ഒരു മറൂൺ സെപ്പിയ ടോൺ കളർ വരും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാനിപ്പോൾ ബേൺഡ് സീനിൻ്റെ കൂടെ കുറച്ച് ഗ്രീൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീനല്ല, ബ്ലൂ. ഒരു കരയുള്ള ഭാഗത്ത് അതിന് കുറച്ച് പച്ച കൊടുക്കുക, മഞ്ഞ കൊടുക്കണം. യെല്ലോ കളർ അടിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ബ്ലൂവും കൂടി ചേർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ഗ്രീൻ അവിടെ വരും. നമ്മൾ ശരിക്കും പച്ച അടിച്ച് കൊടുത്താൽ, വെറും പ്ലെയിൻ പച്ച അടിച്ച് കൊടുത്താൽ ആ പടത്തിനൊരു ഭംഗി ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ക്രിംസൺ കൂടി അടിച്ച് കൊടുക്കാം. അങ്ങനെ 3 കളേഴ്സ് ഞാനിവിടെ പ്രകൃതിക്ക് കൊടുക്കുന്നുണ്ട്. ലെമൺ യെല്ലോ കൊടുത്ത്, ബ്ലൂ കൊടുത്ത്, കുറച്ച് ക്രിംസൺ റെഡ്. അങ്ങനെ 3 കളേഴ്സാണ് ഇപ്പോൾ ഞാൻ ഒരു ദൂരെയുള്ള കരയ്ക്ക് കൊടുത്തത്. ഇനി നമുക്ക് ഒരു വലയുണ്ട്. വലയുടെ ചെറിയ സോഫ്റ്റായിട്ട് മാത്രം വലയുടെ ഷേപ്പ് വരാനായിട്ട് ഔട്ട്ലൈൻ കൊടുത്തിരിക്കുകയാണ്. ഈ ഔട്ട്ലൈൻ നമ്മൾ ബ്രഷ് വെച്ച് മുക്കി വരയ്ക്കുമ്പോഴേക്കും ഇത് ശരിക്കും വല പോലെ നമുക്ക് തോന്നിപ്പിക്കാൻ പറ്റും. ഇനി ഒരു വഞ്ചിക്കാരുണ്ട്. കാരണം ഒരു വഞ്ചി അല്ലെങ്കിൽ ഒരു രൂപമൊക്കെ വന്നാൽ, ചീനവലയുടെ കൂടെ വന്നാൽ ഒരു പെയിൻറ്റിങ്ങിന് മൊത്തം ഒരു മിഴിവ് വരുള്ളൂ. അത് വെറുതെ ഒരു ചീനവല വരച്ചു കൊടുത്താൽ നിർജീവമായി പോകും പെയിൻറ്റിങ്. അങ്ങനെ പാടില്ല. കുറച്ചൊരു തുടുപ്പും ലൈഫൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു ഇമേജെങ്കിലും വേണം. അതിനിപ്പോൾ നമുക്കിവിടെ ഒരു തോണിക്കാർ വരച്ചു കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. തോണിക്കാരൻ്റെ തല മാത്രം വരച്ചിട്ട് ബ്ലാക്കും ബേൺ സീനും കൂടി ചേർത്തിട്ട് അയാളുടെ തല മാത്രം വരച്ചു കൊടുത്തിട്ട് ഡ്രസ്സ് ഒരു ഓറഞ്ച് കളർ കൊടുക്കുക. അതിനിങ്ങനെ ചെറിയ സജഷൻ ഓറഞ്ച് കൊടുത്തിട്ടാൽ അതിൻ്റെ കൂടെ കുറച്ച് യെല്ലോ കൂടി ചേർക്കണം. ഓറഞ്ച് മാത്രം അടിക്കരുത്, എല്ലാം കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ അയാളുടെ കയ്യിലൊരു തുഴ വെച്ച് കൊടുക്കുക. അയാളവിടെ ഇരിക്കേണ്ട ഫീലിംഗായി. ഇനി അതിൻ്റെ റിഫ്ലക്ഷൻ താഴേക്ക്, റിഫ്ലക്ഷൻ മുകളിൽ എന്ത് കളറാണ് കൊടുത്തത് ആ സെയിം കളർ തന്നെ താഴേക്ക് റിഫ്ലക്ഷൻ കൊടുക്കണം. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു വീഡിയോ എന്ന് പറയാൻ കാരണം, ഇത് നമ്മൾ ഒരിക്കൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഒരുപാട് റെസ്പോൺസ് ഉണ്ടായി. ഇത് നല്ല സൗകര്യമാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. കാരണം ഇത് പെയിൻറ്റിനെ പറ്റി ഈ സെൽഫ് ടോട്ട് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾക്കൊക്കെ വളരെ സൗകര്യം ഇങ്ങനെ സാധനം അവൈലബിൾ ആണെന്നുള്ളത്. കാരണം വാട്ടർ കളറിൻ്റെ എല്ലാ സൗകര്യത്തിനകത്ത് കിട്ടുമല്ലോ, വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇത് സക്സസ് ആണ് ഈ മീഡിയം. ഇനി നമുക്കിതിന് താഴേക്ക് റിഫ്ലക്ഷൻസ് കുറച്ചുണ്ട്, അത് കൊടുക്കണം.
ഇനിയാണ് ഇതിൻ്റെ ക്രീം ഇരിക്കുന്നത്. ഞാനൊരു നമ്പർ 12 ബ്രഷ് എടുത്തിട്ട് സേബിൾ ഹെയർ നമ്പർ 12 ബ്രഷ് വെറും ക്ലിയർ വാട്ടർ എടുത്തിട്ട് പ്ലെയിൻ വാട്ടർ വെറും പച്ചവെള്ളം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കൂടി അടിച്ചു കൊടുക്കുക. കണ്ടോ ഇതൊന്ന് ബ്ലെൻഡ് ആവണത് കണ്ടോ കളറ്. ശ്രദ്ധിക്കണം അതിൻ്റെ കളറിൻ്റെ മുകളിൽ കൂടി മാത്രമേ ബ്രഷ് ഓടാൻ പാടുള്ളൂ, അതല്ലെങ്കിൽ പെയിൻറ്റിങ് ഡാമേജ് ആയി പോകും. കണ്ടോ നേരത്തെ അടിച്ച പുല്ലൊക്കെ പറഞ്ഞ് ബ്ലെൻഡായപ്പോൾ പറഞ്ഞ കളർ കണ്ടോ വ്യത്യാസം കണ്ടോ. വാട്ടർ കളർ പെൻസിൽ ഹാൻഡ് മെയ്ഡ് പേപ്പർ ചെയ്യുന്ന രീതിയാണിത്. ഇത്തരം സാധനങ്ങളെല്ലാം മിക്കവാറും ഡ്രോയിങ് മെറ്റീരിയൽസ് കടകളിൽ കിട്ടും. ഇത് നമുക്ക് മനുഷ്യനെ ചെയ്യാം. അയാളുടെ തല വരച്ച് അയാളുടെ ഉടുപ്പ് വരച്ച് ഇനി ഈ വലയ്ക്ക് ഞാൻ ബ്രഷ് കംപ്ലീറ്റ് കഴുകിയിട്ടാണ് ചെയ്യുന്നത്, കാരണം അല്ലെങ്കിൽ ഈ ബ്ലൂവിൻ്റെ കൂടെ ബ്രൗൺ കറി വരും. ഇനി പുഴയ്ക്ക് നമ്മൾ നേരത്തെ ബ്ലൂ സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായി, ബ്ലൂ പെൻസിൽ കൊണ്ട് ഷെയ്ഡ് കൊടുത്തിട്ടുണ്ടായി, അതുകൊണ്ട് വളരെ എളുപ്പമാണ് ആ നീല കളർ വീഴ്ത്താനായിട്ട്. ഇതാണ് വാട്ടർ കളർ പെൻസിൽ കൊണ്ട് വളരെ ക്വിക്കായിട്ട് ചെയ്യുന്ന രീതിയാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന രീതിയാണ്. വാട്ടർ കളർ പെൻസിൽ വിത്ത് ഹാൻഡ് മെയ്ഡ് പേപ്പർ ലാൻഡ്സ്കേപ്പ് ചെയ്യുക. ഇതുപോലത്തെ വളരെ സിമ്പിൾ പെയിൻറ്റിങ്സ് നിങ്ങൾ ചെയ്യുക, എന്നിട്ട് ആ ചിത്രങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരിക.